നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം മൂന്നാമത്തെ പാഠഭാഗം നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പം എല്ലാവരും ഒന്നും രണ്ടും പാഠഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് തീർത്തിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ പാഠത്തിലോട്ട് കിടക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മുടെ പഠിക്കാനുള്ളത് ഉണ്ണാനും ഉടുക്കാനും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പ്രാഥമികമായിട്ട് നമുക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞു. വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം. അപ്പം അതിനെക്കുറിച്ചിട്ടായിരുന്നു നമ്മൾ ആ രണ്ടാമത്തെ യൂണിറ്റിൽ മുഴുവനും നമ്മൾ ചർച്ച ചെയ്തിരുന്നതും പഠിച്ചിരുന്നതുമല്ല അല്ലേ. നമ്മുടെ പ്രവൃത്തികളെല്ലാം പൊതുവേ നമ്മൾ അതുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു നമ്മൾ ചെയ്തിരുന്നതൊക്കെ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പാഠത്തിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പം മൂന്നാമത്തെ പാഠം എല്ലാവർക്കും എല്ലാവരും നോക്കിക്കോളൂ. മൂന്നാമത്തെ പാഠം ആക്ച്വലി നമ്മുടെ 28ാമത്തെ പേജ് നമ്പറാണ്. 28ാമത്തെ നമ്മുടെ സൂര്യകാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ 28ാമത്തെ പേജ് നമ്പറാണ് നമ്മൾ മൂന്നാമത്തെ പാഠത്തിലോട്ട് വരുന്നത്. മൂന്നാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? കുടിൽ അല്ലേ. കുടിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആദ്യം നമ്മൾ അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യാം. എന്താണ് നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ വീട് അല്ലെങ്കിൽ എന്താ പറയാ സദനം, കെട്ടിടം, പിന്നീട് പാർപ്പിടം, അങ്ങനെ കുറേ അധികം ബംഗ്ലാവ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോഴാണെങ്കിൽ നമ്മൾ അതിനെ പറയുമ്പോൾ ഒരു സൊസൈറ്റിയിലാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫ്ലാറ്റിലാണ് എന്നൊക്കെ പറയാം. അതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് വാക്കുകളാണ്. ഓക്കെ, എന്തായാലും നമ്മൾ അങ്ങനെ പല വിധത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വീടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഓരോ പദങ്ങൾക്കും വിവിധ തരം അർത്ഥങ്ങളുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീട് നമുക്ക് എന്താണ് വീട് നമുക്ക് തരുന്നത്? നമുക്ക് സംരക്ഷണം തരുന്നുണ്ട് അല്ലേ. വീട് നമുക്ക് എന്ത് തരുന്നുണ്ട്? സംരക്ഷണം തരുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെയുള്ള സംരക്ഷണമാണ്? മഴയിൽ നിന്നും, ചൂടിൽ നിന്നും, തണുപ്പിൽ നിന്നും, കാറ്റിൽ നിന്നും ഒക്കെ ഉള്ളൊരു സംരക്ഷണമുണ്ട്. നമുക്കറിയാം ഒരുപാട് പേര് നമുക്ക് ചുറ്റുപാടും ഒരുപാട് പേര് സ്വന്തമായിട്ട് വീടില്ലാത്തവരും അല്ലെ. നമ്മുടെ വഴിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ചായപ്പിലോ ചെരുവിലോ ഒക്കെയാണ് അവർ താമസിക്കാൻ കാര്യം അവർക്ക് ജീവിത സൗകര്യങ്ങളുടെ നമ്മുടെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ എത്രമാത്രം വലുതാണോ അല്ലെങ്കിൽ എത്രമാത്രം സൗകര്യങ്ങൾ നമുക്കുണ്ടോ അതനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളോടുള്ള ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മൾ നമ്മുടെ വീടുകളും സെലക്ട് ചെയ്യുക. നമുക്കറിയാം ഒരാളുടെ വീട് അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഓക്കെ അവർക്ക് അധികം പണമുണ്ട് അല്ലെങ്കിൽ അധികം അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ തരത്തിലുള്ള വീടുകൾ അവർ താമസിക്കുന്നത് അല്ലെങ്കിൽ ആ തരത്തിലുള്ള സംവിധാനങ്ങളോട് അല്ലെങ്കിൽ രീതികളോട് അവർ ജീവിക്കുന്നത്. ആ തരത്തിലുള്ള രീതികളിൽ അവർ ജീവിക്കും. അപ്പം നമ്മൾ ആദ്യത്തെ പാഠത്തിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. എന്താണ് നമുക്ക് പ്രാഥമികമായിട്ടുള്ള നമുക്ക് ഭക്ഷണം അല്ലെങ്കിൽ ആഹാരത്തിനെ കുറിച്ച് പറഞ്ഞു. സെക്കൻഡും നമ്മളത് വസ്ത്രം, ആഹാരം അല്ലെങ്കിൽ വസ്ത്രത്തിനെ കുറിച്ചാണ് നമ്മൾ ശരിക്കും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് പാഠത്തിലാണ് നമ്മൾ ശരിക്കും ആഹാര രീതിയെക്കുറിച്ചും അതിനെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു കാര്യങ്ങൾ. അപ്പം വസ്ത്രം കഴിഞ്ഞു, ആഹാരം കഴിഞ്ഞു, പിന്നീട് വന്നതാണ് നമ്മൾ പാർപ്പിടത്തിനെ കുറിച്ചും. അപ്പൊ ഇവിടെ നമ്മൾ കുടിൽ എന്ന് പറയുന്നത് എന്തിനാണ്? ഒരു വീടാണ് കുടിൽ. പക്ഷെ അങ്ങനെ കുടിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതെ. അപ്പൊ കുടിലുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? കുടിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതായിരിക്കത്തില്ല അല്ലെ. ഒരുപാട് വലുത് നല്ല തീരെ ചെറിയ വീടുകളാണ് നമ്മൾ ശരിക്കും കുടിലെന്ന് പറയുന്നത്. അത് മാത്രമല്ല കുടിലുകൾ അങ്ങനെയാണ്. എന്താ അത് ശരിക്കും ഓല മേഞ്ഞിട്ടോ അല്ലെങ്കിൽ പനയുടെ ഓല കൊണ്ടോ അല്ലെങ്കിൽ തെങ്ങ് ഓലകൾ കൊണ്ടോ മേഞ്ഞിട്ടുള്ളത് അതായത് അതിന്റെ ചുവരുകളല്ല അതിന്റെ മേൽക്കൂരകൾ ഒന്നുകിൽ എന്തായിട്ടായിരിക്കും ഒന്നുകിൽ അതിന്റെ ശരിയാണ്. അപ്പൊ അതായത് നമ്മൾ ഓടിട്ട മേൽക്കൂരകളുണ്ട്, വാർത്തമേൽ. നമ്മളിപ്പോൾ താമസിക്കുന്ന വീടുകളൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൺക്രീറ്റ് മന്ദിരങ്ങളാണ്. കോൺക്രീറ്റ് ചെയ്ത അല്ലെങ്കിൽ വാർത്ത മന്ദിരങ്ങൾ എന്ന് പറയാം. ഇവിടെ നമ്മൾ പറയുന്ന കുടില് ശരിക്കും അങ്ങനെയാണ്. എന്താണ്? അത് ഓല മേയുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓലയുണ്ട് രണ്ട് തരത്തിലുണ്ട്. ചിലർ പനയോല കൊണ്ടിട്ടും അതും നല്ല കുറച്ചൊരു എന്താണ് ശക്തി അല്ലെങ്കിൽ ബലമുള്ളതാണ് പനയോല. അല്ലെങ്കിൽ കൂടുതലും ആൾക്കാർ എന്താണ് തെങ്ങിൻ്റെ ഓല കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുക? അത് ആദ്യം മെടഞ്ഞതിന് ശേഷം മെടയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് ഒറ്റയ്ക്കായിട്ടാവുമ്പോൾ അതിന് ബലം ഉണ്ടാവില്ല, അതിന് ശക്തി ഉണ്ടാവില്ല. അപ്പം നമ്മൾ പറഞ്ഞു പാർപ്പിടം എന്തിനാണ്? നമുക്ക് സംരക്ഷണം തരികയാണ്. നമുക്ക് കാറ്റിൽ നിന്നും വെളിച്ചം എന്താണ് തണുപ്പിൽ നിന്നും മഴയിൽ നിന്നൊക്കെയുള്ള സംരക്ഷണം വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് വേണം? അതിന് കുറച്ച് ബലവും ശക്തിയൊക്കെ വേണം. അപ്പോൾ നമ്മൾ ആയിട്ടുള്ള ഓലയിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ശക്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓല കുറച്ച് ശക്തി കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പറയാം 1-2 ഇലകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതൾ വെച്ചിട്ട് അതിങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ സാധാരണ പറയാം മുടിയൊക്കെ പിന്നുന്ന ഒരു തരത്തിലാണ് അവരത് ഓല പണിയുന്നത്. അത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ് അത്
ഉണ്ടാക്കാം. അങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിരിക്കത്തില്ല അത് ചെയ്യുന്നത്. അത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഓല ആദ്യം വെള്ളത്തിൽ കുതിർത്തിടും, അതിന് ശേഷമാണ് ഇത് പ്രോസസ്സിങ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ബലം വെക്കും, അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓല മേടിയുന്നത്. അതിന് ശേഷം അത് എന്ത് ചെയ്യും, തണുത്ത് അല്ലെങ്കിൽ അത് പറയാം നമ്മൾ എന്താ പറയുന്നത്, ഒന്ന് വാടിയതിന് ശേഷമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മേൽക്കൂരയ്ക്ക് അല്ലെങ്കിൽ മേയാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അതെല്ലാ വർഷവും മേച്ചിലുണ്ടാകണം. ഒരു വർഷത്തേക്ക് മാത്രമേ എൻ്റെ കാലാവധി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ വീടുകളിൽ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് താമസിക്കുന്ന, ചിലപ്പോൾ 15 വർഷം, 20 വർഷം, 25 വർഷം, 50 വർഷം വരെ അതൊക്കെ എന്താണ്, കോൺക്രീറ്റ് മന്ദിരങ്ങളാണ്. ഇവിടെ കുടിലില്ല എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഓല കൊണ്ട് മേഞ്ഞതോ അല്ലെങ്കിൽ പനയോല കൊണ്ട്, അത് കുറച്ചുകൂടെ എളുപ്പം ചീത്തയാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടി വരും, അത് വീണ്ടും അത് മാറ്റേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഇതാണ് ഒരു കുടിൽ എന്നുള്ളതിൻ്റെ. പക്ഷെ നമ്മുടെ ആശയം ഇവിടെ നമ്മുടെ ആ പാഠഭാഗത്ത് പറയുന്നത് ആശയങ്ങൾ ശരിക്കും ഇങ്ങനെയാണ്. എന്താ, നിങ്ങൾക്കും ഒരു അവലോകനം ചെയ്യാം, എന്താണ് വിവിധ തരത്തിലുള്ള വീടുകൾ അല്ലെങ്കിൽ കെട്ടിട സമുച്ചയങ്ങൾ എങ്ങനെയൊക്കെയാണ്. അത് ഓട് മേഞ്ഞതാണ് നമ്മൾ പറഞ്ഞു, ഇതാണെങ്കിൽ ശരിക്കും ഓല മേഞ്ഞതാണ്. ഇനി അത് ഓല മേഞ്ഞതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞു ഓല മേഞ്ഞത്, ഓല ഉപയോഗിച്ചിട്ട് മേയാം, ഓടിടാം. പിന്നീട് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു, സിമെൻറ്റും കട്ടയും അല്ലേ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിവിധ തരം കെട്ടണം. അപ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ള വിവിധ തരം മണ്ണുകൾ, ഇപ്പോൾ നമ്മളിവിടെ അഹമ്മദാബാദിലാണ്, ഇവിടെ നമ്മൾ ഗുജറാത്തിലാണ്, അപ്പോൾ നമുക്ക് അത്രയധികം വിവിധ തരത്തിലുള്ള കെട്ടിടങ്ങളൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കറിയാം, ശരിക്കും ഗ്രാമപ്രദേശത്തിൽ അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ടൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും കാണാം ഇങ്ങനെയൊക്കെയുള്ള ഓട് മേഞ്ഞതും ഓല മേഞ്ഞതുമായിട്ടുള്ള സമുച്ചയങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് നോക്കിക്കാണാം എങ്ങനെയായിരിക്കും അവിടെ. അപ്പോൾ ഓല മേഞ്ഞതാണ് നമ്മൾ പറഞ്ഞു, കുറച്ചുകൂടെ ഒരുപാട് ചെറിയ കെട്ടിടങ്ങൾ, ചെറിയ വീടുകളായിരിക്കും, വളരെ ചെറുതായിരിക്കും. ചിലപ്പോൾ 1 2 മുറികൾ എന്ന് വെച്ചാൽ മുറികളെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ വീട്ടിലെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്കാണെങ്കിൽ ഒരു ബെഡ്റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെ ജസ്റ്റ് ഒരു മറ കാണുമായിരിക്കും. അപ്പോൾ ഒരു കിച്ചണിൻ്റെ ഒരു സൈഡിൽ അല്ലെങ്കിൽ അപ്പുറത്തോട്ട് മറ. അത് കിച്ചൺ എന്നൊക്കെ പറയാൻ വീടിനകത്തൊന്നും പറ്റില്ല. കാര്യം എന്താണ്, കൂടുതൽ തീയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മൂലയൊക്കെ കത്തിപ്പോവും. അപ്പോൾ അത് കാരണം പുറത്തായിരിക്കും പാചകമൊക്കെ ചെയ്യുന്നുണ്ടാവും. ജസ്റ്റ് ഉറങ്ങാനും അല്ലെങ്കിൽ അവർക്കൊന്ന് സൗകര്യമായിട്ടൊന്ന് ഇരിക്കാനും അല്ലെ ഭക്ഷണം കഴിക്കും, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു മേൽക്കൂരയും ഇതുമൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളോട് കൂടിയ ഒരു വീട്ടിനെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ ഒരു കുടിലിനെ പറ്റിയാണ് നമ്മുടെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വിവിധ തരത്തിലുള്ള വീടുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു എന്തിനാണ് വീട് ഉപയോഗിക്കുന്നത്, വീട് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുപാട് നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ ഇനി കുറച്ചുകൂടെ നമുക്ക് ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടാകുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് തന്നെ അവലോകനം ചെയ്യാം, നമുക്ക് തന്നെ ചിന്തിക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അതിന് ശേഷം നിങ്ങൾ കണ്ടിട്ട് വന്നതിന് ശേഷം നമുക്ക് തന്നെ ഒരു ചർച്ചയൊക്കെ ചെയ്യും. നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള വീടുകളാണ് കണ്ടത്, അത് എങ്ങനെയൊക്കെയുള്ള വീടുകളായിരുന്നു, എന്തൊക്കെ രീതിയിൽ അത് ഓരോന്നിൽ നിന്നും വ്യത്യസ്തമാണ് എന്നൊക്കെയുള്ള നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും നമുക്കിവിടെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് ലെസണിൽ നമ്മൾ കുടിലേക്ക് വരുമ്പോൾ ഇത് ശരിക്കും കുമാരനാശാൻ്റെ ഒരു പദ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം കുമാരനാശാൻ്റെ ഒരു കൃതിയിൽ നിന്നെടുത്ത ഏതാനും വരികൾ മാത്രമാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പാഠഭാഗമായിട്ട്. കുമാരനാശാനെ എല്ലാവർക്കും അറിയാം അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആരാണ് കുമാരനാശാൻ? മഹാകവിയാണ്. മഹാകവി കുമാരനാശാൻ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, മഹാകവി എന്നാണ് പറയുന്നത് നമ്മൾ. അതായത് മലയാള കവിതയുടെ കാൽപ്പനികത വസന്തത്തിന് തുടക്കം കുറിച്ച ആളാണ് കുമാരനാശാൻ. എന്താണ് നമ്മൾ പറഞ്ഞ മലയാള ഭാഷയുടെ കാൽപ്പനികത എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കുമാരനാശാൻ. നമ്മൾ കുമാരനാശാന്റെ പ്രശസ്തമായ ദുരവസ്ഥ എന്ന കൃതിയിലെ വളരെ കുറച്ച് വരികളാണ് നമുക്കിവിടെ കുടിൽ എന്ന പാഠഭാഗത്ത് പഠിക്കാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു മലയാള കവിതയുടെ കാൽപ്പനികത വസന്തത്തിൽ തുടക്കം കുറിച്ചതാണ്. അതായത് കാൽപ്പനികത എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ശരിക്കും നമ്മുടെ മലയാള ഭാഷയുടെ പിതാവാണ് ആര്? എഴുത്തച്ഛൻ. അതെ, മലയാള ഭാഷയ്ക്ക് അതിൻ്റെ തനതായ ഒരു ശൈലി കൊണ്ടുവന്നത് എഴുത്തച്ഛൻ്റെ കാലത്താണ്. അതിനുശേഷം മലയാള ഭാഷയുടെ ശരിക്കും ഒരു ഭാഷ ശക്തി പ്രാപിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിലെ വിവിധ തരത്തിലുള്ള ആശയങ്ങൾ നമ്മൾ ഓരോ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഓരോ കാലത്തിനെയും
സംബന്ധിച്ച് അല്ലെങ്കിൽ ഓരോ കാലത്തിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ അത് സമൂഹത്തിൽ ഇപ്പം നമ്മൾ ആശാന്റെ ഒരു കവിത നമ്മളിവിടെ വായിക്കുമ്പോൾ നമ്മൾ ശരിക്കും നോക്കി കാണേണ്ടത് ആ ഒരു അവസ്ഥയിൽ ആ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു ജീവിത ശൈലികൾ, എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം, മാനുഷിക ജീവിതം, മാനവരാശി എങ്ങനെയായിരുന്നു ആ സമയത്ത് ജീവിച്ചിരുന്നത് എന്നാണ് നമുക്ക് അതിൽ നിന്ന് ഓർമ്മ. അപ്പോൾ എപ്പോഴും ഒരു ഭാഷയുടെ ശക്തി എന്ന് പറയുന്നത് എന്താണ്, അതിലുണ്ടാകുന്ന ആ ഭാഷയുടെ അടിത്തറ എന്ന് പറയുന്നത് അതിലുണ്ടാകുന്ന ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ കവികളും അല്ലെങ്കിൽ കലാകാരന്മാരും എല്ലാവരും ആ ഭാഷയിൽ നിന്ന് ആർജിച്ചെടുത്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൃതികളിൽ നിന്നാണ്. അതേപോലെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ചിത്രം മുഴുവൻ നമുക്ക് ആ ഒരു വരികൾ, അതായത് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കൂടി നമുക്ക് ഇന്ന് നോക്കി കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മളുടെ അവസ്ഥ എന്താണ്? അതായിരുന്നില്ല ആ വർഷം ആ കാൽപ്പനിക അല്ലെങ്കിൽ നമ്മുടെ മലയാള ഭാഷയുടെ ശരിക്കും കുമാരനാശാന്റെ കാലഘട്ടം 1873 മുതൽ 1924 വരെയാണ്. 1924 കുമാരനാശാൻ അന്തരിക്കുന്നത്. അദ്ദേഹം ജനിച്ച താഴ്ചയിൽ ഏപ്രിൽ 12 അദ്ദേഹം പല്ലനിയിലായിരുന്നു മരിക്കുന്നത്. സാമൂഹ്യ ജീവിതത്തിലെ ഒരുപാട് പരിവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെട്ട ആളായിരുന്നു കുമാരനാശാൻ. പരിവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ മാറ്റമുണ്ട്. ആ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സമൂഹത്തിൽ അന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നുണ്ടാവില്ല. ഇപ്പോൾ അത്രയധികം വിഷമതകളും അത്രയധികം ജാതിയുടെ മതത്തിൻ്റെയും പിന്നെ ഉള്ള ഒരു പേരിൽ എല്ലാവരും തമ്മിൽ ഒരു അകൽച്ചയുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള പ്രയാസങ്ങളോ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ അവസ്ഥയെ വളരെ ഭംഗിയായിട്ട് 2, 3, 4 വരികളിൽ കൂടി അത് വിവരിച്ച് കാണിക്കുവാൻ അന്നുള്ള കലാകാരന്മാർക്കും കവികൾക്കും സാധിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വളരെ പ്രശസ്തമായ അദ്ദേഹത്തിനെ നമ്മൾ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ആധുനിക കവിത്രയത്തിൽ ഒരാളാണ് കുമാരനാശാൻ. അപ്പോൾ ആധുനിക കവിത്രയേക്കാൾ വേറെ ആരാണുള്ളത്? ആശാനുള്ളൂർ വള്ളത്തോൾ. ആശാനുള്ളൂർ വള്ളത്തോൾ അവർ 3 പേര് നമ്മൾ കവിത്രയം എന്ന് പറയുമ്പോൾ 3 അപ്പം ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് നമ്മുടെ മഹാകവി കുമാരനാശാൻ. ഓക്കെ, അദ്ദേഹത്തിനെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. എന്താണ്? ആശയഗംഭീരനാണ്, അതുപോലെ സ്നേഹഗായകൻ എന്നാണ് നമ്മൾ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. എന്താണ് ആശയഗംഭീരൻ എന്ന് വിളിക്കാൻ കാരണം? ഞാൻ പറഞ്ഞു ആ ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥ വളരെയധികം ഭംഗിയായിട്ട് ഇന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷെ നമുക്കത് കാണാൻ കഴിയും. അന്ന് എത്രമാത്രം കഷ്ടത്തിലായിരുന്നു, എത്രമാത്രം അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും നമുക്കത് കാണാൻ പറ്റും. അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള ദുരവസ്ഥ, ചണ്ടാല ഭിഷുകിയുണ്ട്, പിന്നെ കരുണ, പ്രരോദനം, അങ്ങനെ ഒത്തിരി കൃതികൾ എല്ലാത്തിനകത്തും നമുക്കത് കാണാൻ പറ്റും. അദ്ദേഹത്തിന് അന്നുള്ള ജാതി വ്യവസ്ഥയുടെ ആ ഒരു ഇതിലും അതിൽ നിന്നും എത്രമാത്രം മാനവരാശി സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു, വിഷമതകൾ സഹിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ നമ്മൾ എങ്ങനെ നമുക്ക് കരകയറാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് പ്രബുദ്ധരാകാം, അതെല്ലാം ഇതുകൊണ്ടേ പറ്റത്തുള്ളായിരുന്നു, വിദ്യാഭ്യാസം കൊണ്ട്, അതായത് അറിവ് നേടുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അറിവ് നേടണം. അപ്പോൾ അറിവ് നേടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് എഴുത്തും വായനയൊക്കെ അറിഞ്ഞിരിക്കണം. അന്ന് എല്ലാവർക്കും എഴുത്തും വായനയൊന്നും സാധ്യമായിരുന്നില്ല. പക്ഷെ അന്നൊരു കാലത്ത് അങ്ങനെയുള്ളൊരു അവസ്ഥയിലും വളരെ ലളിതമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിച്ച്, വളരെ ലളിതമായ വാക്യങ്ങൾ ഉപയോഗിച്ച് ഏത് സാധാരണക്കാർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ അല്ലെങ്കിൽ മനസ്സിലാവുന്ന തരത്തിൽ ആ ആശയങ്ങളെ വ്യക്തമാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ എന്ത് വിളിച്ചത്? ആശയഗംഭീരൻ എന്നും അതുപോലെ സ്നേഹ ഗായകൻ എന്നും വിളിച്ചിരുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ മഹാകവി കുമാരനാശാനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മളിവിടെ മഹാകവി കുമാരനാശാനെ കുറിച്ച് പറയാൻ കാരണം? ഇപ്പോൾ മഹാകവി കുമാരനാശാന്റെ കുടിൽ എന്ന പാഠഭാഗമാണ് ഇപ്പം നമ്മൾ പഠിക്കാൻ. അപ്പം നമ്മൾ പറഞ്ഞു കുടിൽ എന്താണെന്ന് പറഞ്ഞു. കുടിലല്ലാതെ വേറെ ഏതൊക്കെ 8 സമുച്ചയങ്ങളാണ് നമ്മൾ പാർപ്പിടങ്ങളായിട്ടുള്ളത് എന്ന് നമ്മൾ സംസാരിച്ചു അല്ലെ. പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികളെ കുറിച്ച് പറയാം. നമ്മൾ പറഞ്ഞു ഇത് ശരിക്കും ദുരവസ്ഥയിലാണ്. അതല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ കൃതികളാണ് വീണപ്പൂവ്, അതുപോലെ നളിനി, ഓക്കെ, പിന്നീട് ലീല, കരുണ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമാർജിച്ച ഇത് വളരെ നമ്മൾ 2, 3, 4 ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ദുരവസ്ഥ എന്ന പാഠത്തിലെ
ഓക്കെ. ജാതി വ്യവസ്ഥയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലത്ത് രണ്ട് വ്യക്തികൾ, അതായത് ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്ന ഒരു ചാത്തനും ഒരു സാവിത്രി അന്തർജനവും ആണ് ഈ ദുരവസ്ഥ എന്ന കഥയിൽ അല്ലെങ്കിൽ ഈ ഒരു കൃതിയിലെ മെയിനായിട്ടുള്ള കഥാപാത്രങ്ങൾ. വളരെ പ്രധാന കഥാപാത്രങ്ങൾ അവർ രണ്ടുപേരാണ്. അപ്പോൾ ജാതി വ്യവസ്ഥ നിന്നിരുന്ന ഒരു സമയത്ത് ആ ഒരു അവസ്ഥ വളരെ വളരെ മനോഹരമായ, അല്ലെങ്കിൽ അത് ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഭാഷയിലും ആ ഒരു അവസ്ഥ എത്രയധികം ദയനീയമായിരുന്നു, എത്രയധികം കഷ്ടതകൾ നിറഞ്ഞതാണ്, എത്രയധികം വിഷമതകൾ നിറഞ്ഞതാണെന്നുള്ളൊരു അത് നമ്മൾ ഈ കവിത വായിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ആമുഖമാണ് പറഞ്ഞത്. ഈ പാഠഭാഗം കുടിലാണ്. ഇത് നമ്മുടെ സൂര്യകാന്തിയുടെ രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ്. രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠത്തിൽ കുടില് ഈ പാഠഭാഗം ഏത് കൃതിയിൽ നടത്തിയിട്ടുള്ളതാണ്? ദുരവസ്ഥ. കുമാരനാശാന്റെ, മഹാകവി കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന പാഠഭാഗത്ത് നടത്തിയിട്ടുള്ളതാണ്. മഹാകവി കുമാരനാശാനെ നമ്മൾ ആശയഗംഭീരൻ എന്നും സ്നേഹഗായകൻ എന്നൊക്കെയാണ് നമ്മൾ വിളിച്ചിരുന്നത്. അദ്ദേഹം ആരാണ്? ആധുനിക കവിത്രയങ്ങളിലെ ഒരാളാണ്. അപ്പോൾ ആധുനിക കവിത്രയങ്ങൾ ബാക്കി രണ്ടുപേരായിരുന്നു? ഉള്ളൂർ ആശാൻ, ഉള്ളൂർ വള്ളത്തോൾ. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ പരമേശ്വരയ്യരും പിന്നീട് കുമാരനാശാനുമായിരുന്നു നമ്മുടെ ആധുനിക കവിത്രയങ്ങൾ. പിന്നീട് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളായിരുന്നു വീണപ്പൂവ്, നളിനി, ലീല, കരുണ, ദുരവസ്ഥ. അപ്പോൾ ഇതിനകത്ത് രണ്ട് കഥാപാത്രങ്ങൾ, ഈ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പ്രധാന കഥാപാത്രങ്ങളായിരുന്നു. ഒന്ന് അത് പറഞ്ഞു, എന്താണ്, അധസ്ഥിതനായ ചാത്തനും അതോടൊപ്പം തന്നെ സാവിത്രി അന്തർജനവും. ഇത് രണ്ടുപേരുമാണ് ഈ കഥയിലെ കഥാപാത്രം. പക്ഷെ നമ്മൾ കുടിലെന്നുള്ള നമ്മുടെ പാഠഭാഗത്തിൽ ശരിക്കും നമുക്ക് ആ കഥാപാത്രങ്ങളൊന്നും അതിൻ്റെ ഭാഗമല്ല. ശരിക്കും ഒരു കുടില് അല്ലെങ്കിൽ അതിനെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പാഠത്തിലോട്ട് കിടക്കാം. എല്ലാവരും നമ്മുടെ ചൂണ്ടുകളിൽ വെച്ചോളൂ. അപ്പോൾ നമുക്ക് വായിക്കാം. ചെറ്റു ദൂരത്തെ ചെരുവിലൊരു ജലം, വറ്റിയ തോടാണ് അതിൻ്റെ വക്കിൽ, ഒട്ടു കിഴക്കായൊരെല്ലിട്ടം തെന്നൽ തട്ടി വടക്കോട്ട് ചാഞ്ഞു നിൽപ്പു. അങ്ങടുത്തായി മേഞ്ഞു നാളേറെയായി നിറം മങ്ങിപ്പതിഞ്ഞു പാൽ പുല്ലുമാടം. കാണാം ചെറുതായ അകലെ നിന്നാലൊരു കോണെന്ന പോലെ വയൽ വരമ്പിൽ. അപ്പൊ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു, ചെറ്റു ദൂരത്തെ ചെരുവിലൊരു ജലം, പറ്റിയ തോടാണ് അതിൻ്റെ വക്കിൽ. ഒരു കുടില് കാണുകയാണ്. ആരാണ് കാണുന്നത്? ഇപ്പൊ നമ്മളെല്ലാവരും കാണുകയാണ്. പക്ഷെ കുമാരനാശാൻ ഒരു കുടിലിനെ വർണ്ണിക്കുകയാണ് ഇങ്ങനെ. അവിടെ എന്താണ് പറഞ്ഞത്? ഒരു വറ്റിയ തോടിന്റെ വക്കിലായിട്ട് കുറച്ച് ദൂരെയായിട്ടാണ് നമ്മൾ ഇത് കാണുന്നത്. ഒരു ചെരുവിലായിട്ടാണ് ഒരു കുടിലുള്ളത്. അത് കുടിലാണ് എന്ന് നമുക്കറിയാം, പക്ഷെ അത് കാണുമ്പോൾ പെട്ടെന്ന് അത് അങ്ങനെ തോന്നത്തില്ല. അത് പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ജലം പറ്റിയ തോടാണ് അതിൻ്റെ വക്കിൽ. അതിൻ്റെ ഒരു തോടിൻ്റെ, അതായത് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു സ്ഥലത്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വക്കിലായിട്ടാണ് ഈ കുടില്. എങ്ങനെയാണ്? ഒട്ടു കിഴക്കായൊരു എല്ലിക്കൂട്ടം തന്നെ തട്ടി വടക്കോച്ചിട്ടു ചാഞ്ഞു നിൽക്കും. എല്ലിക്കൂട്ടം എന്ന് പറഞ്ഞാൽ മുളയുടെ കൂട്ടം, മുളക്കൂട്ടം അല്ലെങ്കിൽ എല്ലിക്കൂട്ടം എന്തെങ്ങനെയാണെന്ന് പറഞ്ഞത്? കിഴക്കായിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കിഴക്ക് ഭാഗത്തായ, കുടിലിൻ്റെ കുറച്ച് കിഴക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ മുളയുടെ ഒരു കൂട്ടം കാണാം. അതെങ്ങനെയാണ്? തെന്നൽ കൊണ്ട്, അതായത് കാറ്റിൽ ആടിയത് എങ്ങനെയാണെന്ന് പറഞ്ഞത്? കുറച്ച് വടക്കു ഭാഗത്തായിട്ടൊരു അതിനൊരു ചായ്വുണ്ട്, കുറച്ച് വടക്കോട്ട് ചാഞ്ഞാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് നമ്മളുടെ കുടിൽ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു, ഒരു വെള്ളം വറ്റിയ തോടിന്റെ വക്കിലായിട്ടാണിത്. എങ്ങനെയാണ്? അതിൻ്റെ അടുത്തായിട്ടൊരു എല്ലിക്കൂട്ടമുണ്ട്. അത് എങ്ങനെയാ പറഞ്ഞത്? കാറ്റത്ത് ആടിയിട്ട് കുറച്ച് വടക്കോട്ട് ചരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ്. അങ്ങ് അടുത്തായി മേഞ്ഞു നാളേറെയായി നിറം മങ്ങി പതിഞ്ഞു പാൽ പുല്ലുമാടം. അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ പറയുന്നത് ഈ കുടിലുള്ളത്. അതെങ്ങനെയാണ്? നിറം മങ്ങി പതിഞ്ഞു പാൽ പുല്ലുമാടം. വളരെ അതിൻ്റെ നിറം, അതാണ് ഞാൻ പറഞ്ഞു, ഓരോ വർഷവും നമുക്ക് എന്ത് ചെയ്യണം? പുതിയത് മേയണം. അത് മേയുക എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? നമ്മളതിനെ മേഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ശരിക്കും ഓരോ വർഷവും അതിൻ്റെ മേൽക്കൂരയും അതിൻ്റെ ഓലകളും മാറണം. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അത് ഓലയാണ്, അപ്പം അത് ജീർണിച്ചു പോകും. പിന്നീട് എന്ത് പറ്റും? അതിനകത്തൂടെ വെള്ളവും വായുവും എല്ലാം കിടക്കും. അപ്പം നമുക്ക് സംരക്ഷണം കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോ വർഷവും അത് പുതിയതായിട്ട് പണി നോക്കണം. അപ്പോൾ ഒരു വർഷത്തിൽ അതിൻ്റെ പണി നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് വളരെയധികം നിറമെല്ലാം മങ്ങി അകപ്പൊഴിഞ്ഞ് ചീത്തയായി പോകും. അങ്ങനെയാണ് അതിൻ്റെ ചുറ്റുപാട്. അതല്ലെങ്കിൽ അതിനെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ കാണുന്ന നമ്മുടെ പാഠത്തിലെ ഈ കുടില്. ഇവരെങ്ങനെയാണ്? കാണാൻ ചെറുതായ അകലെ നിന്നാൽ ഒരു കൂണെന്ന പോലെ വയൽ വരമ്പിൽ. ഒരു വയലിന്റെ വരമ്പിൽ കൂണ്, നമ്മൾ പറയില്ലേ മഷ്റൂംസ്,
ഒരു മഷ്റൂം അതായത് എപ്പോഴാണ് അത് മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് കാണാതാണ്, പെട്ടെന്ന് ഇങ്ങനെ കിളിച്ചു വരുന്നതാണ് കൂടുതൽ. അപ്പോൾ അതേപോലെ വയലിൻ്റെ വക്കിൽ എവിടെയോ ഒരു കൂണിങ്ങനെ മുളച്ചു വരുന്നത് എങ്ങനെയാണ്, അതേപോലെയാണ് നമ്മൾ കുറച്ച് ദൂരെയായിട്ട് അതിനെ കണ്ടാൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൊടിൻ്റെ ചുറ്റുപാടിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്നാണ് നമ്മൾ ഭാവനയിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് ഇതാണ്, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത ക്ലാസ്സിലേക്കുള്ള നമ്മളുടെ ജോലി ഇതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അത് നിങ്ങൾക്ക് ടെക്നോളജി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടോ ഗൂഗിളിൽ പോയിട്ടോ നിങ്ങൾക്ക് എന്താ ഇമേജുകൾ കളക്ട് ചെയ്യാം. ഇമേജിലെല്ലാം എങ്ങനെയുള്ള ഇമേജുകളായിരിക്കണം, പലതരത്തിലുള്ള വീടിൻ്റെ പടങ്ങൾ. അത് കളർ പേജിലാണെന്നൊന്നുമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. നിങ്ങൾ നല്ലപോലെ വരയ്ക്കാൻ കഴിവുള്ളവരാണ്. ഇപ്പോൾ നമ്മൾ എഴുതുന്ന എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുറച്ച് സമയമൊക്കെ കിട്ടി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് പടം വരയ്ക്കാൻ നല്ല ബേസാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വിവിധ തരത്തിലുള്ള വീടുകളുടെ ഇമേജുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ വരയ്ക്കാൻ കഴിവുള്ള, അതല്ല എനിക്ക് വരയ്ക്കാൻ അധികം കഴിവില്ല, എൻ്റെ വരപ്പ് അത്രയും ശരിയാൽ എന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് പ്രിൻ്റർ വെച്ചിട്ടോ ചെറിയ ഒരു പേജിൽ നമുക്ക് 2, 3, 4 പടങ്ങൾ വരെയും നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്രിൻ്റ് ഔട്ടിൽ എടുത്തിട്ട് കൊണ്ടുവരാമെങ്കിൽ നമുക്കത് അടുത്ത ക്ലാസ്സിലേക്ക് എന്താ ചെയ്യാം, മറ്റുള്ളവർക്ക് കാട്ടി കൊടുക്കാം. നിങ്ങളുടെ ബുക്കിൽ തന്നെ നോക്കാം, 29ാമത്തെ പേജിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നാടിൻ്റെ തനതായ നമ്മുടെ ശൈലിയിലുള്ള പലതരം വീടുകൾ, ചെറിയ വീടുകളും വലിയ വീടുകളും ഒറ്റ നില കെട്ടിടങ്ങളും ബഹുനില സമുച്ചയങ്ങളും ഒക്കെ നമുക്ക് കാണാം. ഇതിലുള്ള പടങ്ങളൊക്കെ ഇതേകൂട്ടുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഇൻ്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ്, നമുക്ക് കിട്ടും. നമ്മൾ ചെറുതായിട്ടൊന്നും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചിലപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോസൊക്കെ ചിലപ്പോൾ ചിലതൊക്കെ കാണും. പഴയ സിനിമയിലൊക്കെ വേണ്ടി ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത് കുറേ ഘട്ടങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ മുറികളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അന്നത്തെയുള്ള കാലഘട്ടവും ഇന്ന് നമ്മൾ താമസിക്കുന്നതിന് തമ്മിലുള്ള ഒരു വ്യത്യാസം, എങ്ങനെയായിരുന്നു അവരുടെ ജീവിതശൈലികൾ എന്ന് നമുക്കറിയാം. നമ്മൾ പണ്ട് അടുപ്പ് അല്ലെ തീ കൂട്ടിയിട്ടുള്ള അടുപ്പുകളൊക്കെ അത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലോട്ടും ഇലക്ട്രോണിക് ഐറ്റംസിലോട്ടും ഒക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിഫറൻസ്, അതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള 5 വ്യത്യാസങ്ങൾ, നിങ്ങളിപ്പോൾ 4 പടമാണ് നിങ്ങൾ ഒരു പേപ്പറിനകത്ത് അതായത് ഒരു ഷീറ്റിനകത്ത് 4 പടങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ 4 പടങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള 4 വീടുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുത്തിക്കൊണ്ട് അത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് അവർ കൊടുത്തിട്ടുണ്ട് പടങ്ങൾ. അപ്പോൾ നിങ്ങളിപ്പം കണ്ടുപിടിക്കുന്ന പോലെ ഒരു കുടിലാണെങ്കിൽ ഒരെണ്ണം, ഒരു കുടിലൊരു ചെറിയത് പറഞ്ഞ് ഓലമേഞ്ഞത്, അങ്ങനെ ഒരു ഓടിട്ടതാണെങ്കിൽ ഒരു ഓടിട്ടതിനകത്ത് തന്നെ നമുക്കറിയാം വിവിധ 2 നിലകൾ ഓടിട്ട വീടുകളുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി വലിയ പ്രൗഢിയുള്ള വീടുകളാണ്, കുറേ ബംഗ്ലോസുകളുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ വിവിധ മാതൃകയിലുണ്ടാക്കിയ അല്ലെങ്കിൽ വിവിധ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച വീടുകളുണ്ടാകും. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, താരതമ്യ പഠനം ചെയ്യാം. എങ്ങനെയാണ് ഇപ്പോൾ ഒരു നിലയിലുള്ള വീടാണ്, എത്ര മുറികളുണ്ടാവും, എത്ര വലിയ വീടാണ്, എന്തെല്ലാം ആശയങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം മുറികളുടെ സൗകര്യങ്ങളുണ്ടാവും അതിൽ, അല്ലെങ്കിൽ അതിലെല്ലാം നിർമ്മാണത്തിൽ ഉപയോഗിച്ച ചില സാധനങ്ങൾ, വസ്തുക്കൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്കൊരു ചർച്ചയിലൂടെ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു, ഈ പാഠം ഒന്ന് വായിച്ച് നോക്കാം. തീർച്ചയായിട്ടും എല്ലാവരും 2-3 ആവർത്തിയെങ്കിലും വായിച്ച് നോക്കുക. വായിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ചൂണ്ടുവിരൽ വെച്ചിട്ട് തന്നെ വായിക്കുക. വായിച്ചതിന് ശേഷം നല്ലതുപോലെ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, വിവിധ തരത്തിലുള്ള പടങ്ങൾ ശേഖരിക്കുക. അതിനുശേഷം അത് ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കാം, അല്ലെങ്കിൽ വരയ്ക്കുന്നവരാണെങ്കിൽ വരച്ചു കൊണ്ടുവരാം. എന്നിട്ട് നമ്മളുടെ ഇതെന്താണ്, അത് തമ്മിൽ താരതമ്യം ചെയ്യുക. ഇതിൽ നിന്ന് മറ്റൊന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് പടം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം അത് താരതമ്യം പഠനം ചെയ്തതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരാം. എല്ലാവർക്കും